കൊച്ചിയിൽ വീണ്ടും അന്തർ സംസ്ഥാന അവയവദാനം. അദിത് പോൾസൺ എന്ന 12 വയസ്സുകാരന്റെ ഹൃദയവും ശ്വാസകോശവും ചെന്നൈയിലേക്ക് കൊണ്ടുപോകുകയാണ്. ചികിത്സയിൽ കഴിയുന്ന വിദേശിക്കാണ് അവയവങ്ങൾ ദാനം ചെയ്യുന്നത്. മസ്തിഷ്ക മരണം സംഭവിച്ച 12 വയസ്സുകാരൻ ആദിത് പോൾസന്റെ ഹൃദയം ചെന്നൈയിലെ ആശുപത്രിയിൽ ചികിത്സയിലുള്ള വിദേശിക്ക് നൽകും. ശസ്ത്രക്രിയ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തുടങ്ങി. മസ്തിഷ്ക മരണം സംഭവിച്ച 12 വയസ്സുകാരൻ ആദിത് പോൾസന്റെ ഹൃദയം ചെന്നൈയിലെ ആശുപത്രിയിൽ ചികിത്സയിലുള്ള വിദേശിക്ക് നൽകും. ശസ്ത്രക്രിയ കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിൽ തുടങ്ങി. വിശദാംശങ്ങളുമായി അഖില നന്ദകുമാർ ചേരുന്നു. അഖില, മൃതസഞ്ജീവനി പദ്ധതി പ്രകാരം കൊച്ചി വീണ്ടും ഒരു പുതിയ ചരിത്രമെഴുതാൻ ഒരുങ്ങുകയാണോ? ഹൃദയം ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ എയർ ആംബുലൻസിന്റെ സേവനം തേടിയിട്ടുണ്ടോ? ശസ്ത്രക്രിയ ഏത് രീതിയിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? അനീഷ്, എല്ലാം നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മസ്തിഷ്ക മരണം സംഭവിച്ച ഇരിഞ്ഞാലക്കുട സ്വദേശി ആദിത് പോൾസന്റെ ഹൃദയമാണ് ചെന്നൈയിലെ ആശുപത്രിയിലുള്ള കസാക്കിൻ സ്വദേശിയായ 12 വയസ്സുകാരിക്ക് കൈമാറുന്നത്. ചെന്നൈയിൽ നിന്ന് ഉള്ള ഡോക്ടർ മുരളീകൃഷ്ണൻ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം ആസ്റ്റർ മെഡിസിറ്റിയിൽ 4:15 എത്തി. ആദിത്യന്റെ ഹൃദയം മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. 10 വയസ്സുകാരിക്ക് നൽകുന്നതിന് യോഗ്യം തന്നെ. വേറെ വിഷയങ്ങളൊന്നും ബുദ്ധിമുട്ടായി ഇതിലില്ല. ആദിത്യന്റെ ഹൃദയം ശസ്ത്രക്രിയ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൃദയവുമായി മെഡിക്കൽ സംഘം 1 മണിക്കൂറിനകം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് യാത്ര പുറപ്പെടും. എയർ ആംബുലൻസിന്റെ സഹായം ലഭ്യമാക്കിയിട്ടുണ്ട്. മറ്റ് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കാം. എല്ലാവിധ ഗതാഗത സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 1 മണിക്കൂറിനകം ശസ്ത്രക്രിയ പൂർത്തിയാക്കി നെടുമ്പാശ്ശേരിയിലേക്ക് മെഡിക്കൽ സംഘം ആദിത്യന്റെ ഹൃദയവുമായി മെഡിക്കൽ സംഘം ചെന്നൈയിലേക്കുള്ള വിമാനത്തിൽ പോകും. അനീഷ്, മൃതസഞ്ജീവനിയിൽ വീണ്ടും പുതിയ ചരിത്രം എഴുതുന്നു. കൊച്ചിയിൽ നിന്ന് ഒരു ഹൃദയം കൂടി ചെന്നൈയിലേക്ക് പോകുന്നു. വിശദാംശങ്ങൾ നൽകിയത് അഖില നന്ദകുമാർ. സംസ്ഥാനത്ത് എയർ ആംബുലൻസ് ഉപയോഗിച്ചുള്ള മറ്റൊരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ കൂടി. അപകടത്തിൽ മരിച്ച ഇരിങ്ങാലക്കുട സ്വദേശി 12 വയസ്സുകാരൻ അദിത് പോൾസന്റെ ഹൃദയം ചെന്നൈയിലെ ആശുപത്രിയിലുള്ള കസാക്കിസ്ഥാൻ സ്വദേശിനി ദിൽനാസ് ഇസാമിനാണ് മാറ്റിവെച്ചത്. ഈ മാസം 15-നാണ് ആദിത് പോൾസണും പിതാവും സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെടുന്നത്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്ന കുട്ടിയെ ഇന്നലെയാണ് കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിൽ എത്തിക്കുന്നത്. വൈകിട്ടോടെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു. കുട്ടിയുടെ അവയവം ദാനം ചെയ്യാൻ ബന്ധുക്കൾ സന്നദ്ധത പ്രകടിപ്പിക്കുകയായിരുന്നു. സർക്കാർ ഏജൻസിയായ KNOS ആണ് ആവശ്യക്കാരിയെ കണ്ടെത്തിയത്. ജില്ലാ കളക്ടറുടെ ഇടപെടലിൽ കുട്ടിയുടെ അമ്മയുടെ സമ്മതപത്രം തൃശൂരിലെത്തിയാണ് ഒപ്പിട്ടു വാങ്ങിയത്. ഹാർട്ടിന്റെ ഓപ്പറേഷൻ ചെയ്യുന്ന ടീം ചെന്നൈയിൽ നിന്ന് വരുന്നു. പിന്നെ ലേക്ക് ഷോറിൽ നിന്ന് കരളും വൃക്കകളും ഓപ്പറേറ്റ് ചെയ്യുന്ന ടീം ഇവിടെ വരുന്നു. ഈ ഡോക്ടർമാരെല്ലാവരും കൂടെയാണ് ഓപ്പറേഷൻ ചെയ്ത് അതാത് അവയവങ്ങൾ എടുക്കുന്നത്. ഉച്ചയ്ക്ക് 3:15 ചെന്നൈയിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘം പ്രത്യേകം ചാർട്ട് ചെയ്ത വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിലെത്തി. 4:15 ഡോക്ടർമാർ അടങ്ങുന്ന സംഘം ആശുപത്രിയിലെത്തുന്നത്. 6:05 ഹൃദയവുമായുള്ള ആംബുലൻസ് ആശുപത്രിയിൽ നിന്നും പുറപ്പെട്ടു. കണ്ടെയ്നർ റോഡിലൂടെ മുട്ടം വഴി ആലുവയിലേക്കും അവിടെ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്കും എത്താൻ 20 മിനിറ്റ് മാത്രമാണ് എടുത്തത്. 6:38 ചാർട്ടേഡ് വിമാനം നെടുമ്പാശ്ശേരിയിൽ നിന്നും ചെന്നൈയിലേക്ക് പറന്നു. കസാക്കിസ്ഥാനിൽ നിന്നുള്ള 10 വയസ്സുകാരി ദിൽനാസ് ഇസാമിന്റെ ശരീരത്തിൽ ആദിത് പോൾസന്റെ ഹൃദയം ഇനി സ്പന്ദിക്കുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. അവയവദാനത്തിന്റെ മഹത്വവുമായി കേരളത്തിൽ നിന്ന് ഒരു ഹൃദയം കൂടി ചെന്നൈയിലേക്ക് പറന്നു. കൊച്ചിയിൽ മസ്തിഷ്ക മരണം സംഭവിച്ച 12 വയസ്സുകാരന്റെ ഹൃദയം ഇനി കസാക്കിസ്ഥാൻ പെൺകുട്ടിയിൽ തുടിക്കും. കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിൽ മസ്തിഷ്ക മരണം സംഭവിച്ച തൃശൂർ സ്വദേശിയായ 12 വയസ്സുള്ള അദിത് പോൾസന്റെ ഹൃദയവും കരളും വൃക്കയും കോർണിയയുമാണ് മറ്റു രോഗികൾക്ക് ദാനം ചെയ്തത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അദിതിന്റെ മസ്തിഷ്ക മരണം ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് സ്ഥിരീകരിച്ചത്. ബന്ധുക്കൾ സന്നദ്ധത അറിയിച്ചതോടെ അവയവദാനത്തിനുള്ള നടപടികൾ ആരംഭിക്കുകയായിരുന്നു. 2 പ്രാവശ്യം ഈ രോഗിയെ പരിശോധിച്ച് മസ്തിഷ്ക മരണം സർട്ടിഫൈ ചെയ്യണം. അച്ഛനും അമ്മയും ഇതിനുള്ള അനുവാദം, അവയവദാനത്തിനുള്ള അനുവാദം പത്രം ഒപ്പിടേണ്ട ആവശ്യമുണ്ട്. അത് ചെയ്ത ശേഷം നമ്മൾ ഗവൺമെൻറ് ഏജൻസിയായ മൃതസഞ്ജീവനി, കേരള നെറ്റ്വർക്ക് ഓഫ് ഓർഗൻ ഷെയറിംഗ് എന്ന ഏജൻസിയാണ്, തിരുവനന്തപുരത്താണ് എൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. അവർ ആണ് വിവരം അറിയിക്കുന്നത്. ചെന്നൈ ഹോർട്ടിസ്മല ആശുപത്രിയിൽ ചികിത്സയിലുള്ള കസാക്കിസ്ഥാൻ സ്വദേശി ദിൽസാന ഇസാനിലാണ് ഇനി അദിതിന്റെ ഹൃദയം ഇടിക്കുക. ചെന്നൈ ആശുപത്രിയിൽ നിന്നും സ്വകാര്യ എയർ വിമാനത്തിലാണ് കൊച്ചി വിമാനത്താവളത്തിൽ ഡോക്ടർമാരുടെ സംഘം എത്തിയത്. ഇവിടെ നിന്നും റോഡ് മാർഗം 4 മണിയോടെ ആസ്റ്റർ മെഡിസിറ്റിയിലെത്തിയ സംഘം 6 മണിയോടെ ശസ്ത്രക്രിയ പൂർത്തിയാക്കി ചെന്നൈയിലേക്ക് മടങ്ങി.
അതിഥിന്റെ കരളും വൃക്കയും കോർണിയയും സംസ്ഥാനത്ത് തന്നെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ള രോഗികൾക്ക് പുതുജീവനേകും. ജനം, കൊച്ചി.